എന്താണ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ട് വളരെ സിമ്പിൾ ആണ്. ഒരു കൂട്ടം ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന്, അതായത് ഒരു കൂട്ടം ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഒരു പൂൾ ഓഫ് മണി എമൗണ്ട് കളക്ട് ചെയ്യാൻ, ഒരു ലംസം ഓഫ് മണി കളക്ട് ചെയ്തുകൊണ്ട് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ട് പലതരം സ്റ്റോക്സുകളിലേക്കും ബോണ്ടുകളിലേക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഒരു റിട്ടേൺസ് എടുക്കുന്ന രീതിയാണ്. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ട് ആരാണ് ചെയ്യുന്നത്? ഒരു ഫണ്ട് മാനേജർ, അതായത് ഒരു സ്റ്റോക്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു ബോണ്ടിനെ കുറിച്ചുള്ള വ്യക്തമായിട്ട് അനാലിസിസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജറാണ് ഏത് സ്റ്റോക്സിലേക്ക് എപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, എപ്പോഴാണ് റിട്ടേൺസ് എടുക്കേണ്ടത്, അവർ അനാലിസിസ് ചെയ്ത് നമുക്ക് വേണ്ടി ഈ സെർട്ടൺ എമൗണ്ട്, ഈ പബ്ലിക്കിന്റെ വാങ്ങിയിരിക്കുന്ന എമൗണ്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് റിട്ടേൺസ് എടുക്കുന്ന രീതിയിലാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അതായത് പൂൾ ഓഫ് മണി കളക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് റിട്ടേൺസ് എടുക്കുന്നത്. പക്ഷെ ഇത് ചെയ്യുന്നതെല്ലാം ഫണ്ട് മാനേജറാണ്, നമ്മളല്ല. അപ്പൊ നമുക്ക് അവിടെ റിസ്ക് വരുന്നില്ല. ഒരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു 1 ഇയർ 2 ഇയർ 3 ഇയർ ഉള്ള മ്യൂച്വൽ ഫണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഏകദേശം ഒരു ആവറേജ് റിട്ടേൺസ് നമുക്ക് അതിൽ കിട്ടും. അതിന് കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു ആവറേജ് റിട്ടേൺസ് എല്ലാവർക്കും കിട്ടുന്ന രീതിയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. അപ്പൊ ഇത് എങ്ങനെയാണ് കമ്പാരിറ്റീവ് സ്റ്റോക്സിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് നോക്കാം. അപ്പോൾ ചില ആൾക്ക് ഡൗട്ട് ഉണ്ടാവും, സ്റ്റോക്സ് ആണോ നല്ലത് മ്യൂച്വൽ ഫണ്ട് ആണോ നല്ലതെന്നുണ്ടാവും. സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്യണം. ഒരു പർട്ടിക്കുലർ സ്റ്റോക്സ് എടുത്ത് അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഫണ്ട് ബാലൻസ് എങ്ങനെയാണ്, അതിന്റെ പോർട്ട്ഫോളിയോ, ഫണ്ടമെന്റൽ അനാലിസിസ് എല്ലാം നോക്കി നമ്മൾ സ്വയം ഡിസിഷൻ എടുത്തിട്ടാണ് ഒരു സ്റ്റോക്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്. സ്റ്റോക്സ് നമുക്ക് വേറെ ആരും ഹെൽപ്പ് ചെയ്യാറില്ലല്ലോ. അത്യാവശ്യം ആ ട്രേഡിംഗിലുള്ളവർക്ക് മെന്റർ ഹെൽപ്പ് ചെയ്യുന്നല്ലാതെ വേറെ ഇല്ല. പക്ഷെ അത് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് ഡിഫറെന്റ് ആയി നിൽക്കുന്ന ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഇപ്പോൾ എല്ലാ ബാങ്കിലും മ്യൂച്വൽ ഫണ്ടിന്റെ ഓപ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതിലേക്കും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ലോങ് ടേമിൽ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 3 ഇയേഴ്സ് 5 ഇയേഴ്സ് പ്ലാനിലൊക്കെ നല്ല രീതിയിൽ റിട്ടേൺസ് കിട്ടുന്ന ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകൾ ഇന്ന് അവൈലബിൾ ആണ്. എല്ലാം ഇന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ഫൈനാൻഷ്യൽ അഡ്വൈസറുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക. ഐ വിൽ കോൺടാക്ട് യു. ഞാൻ എല്ലാവിധ സപ്പോർട്ട്സും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ തരുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്.